റംസാനിലെ ചന്ദ്രികയോ. അങ്ങനെ ഒരു നോമ്പുകാലം ഇവിടെ പൂർത്തീകരിക്കാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഈ നോമ്പ് മാനസികമായി ഒരുപാട് സംതൃപ്തി നൽകിയ, മാനസികമായി ഒരു അച്ചടക്കം പാലിക്കപ്പെട്ട ഒരു നോമ്പുകാലമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്നൊരു 90% അകലാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ നോമ്പിൻ്റെ ഏറ്റവും വലിയ പുണ്യമായി ഞാൻ കാണുന്നത്. നമ്മളൊരുപാട് വേദവാക്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയും വായിച്ചുകൊണ്ടിരിക്കുകയും ഓതിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മോട് കൂടെ നിൽക്കുന്ന ദൈവത്തെ അനുഭവിച്ചറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുമ്പം അവിടെ ഭക്തിയുടെ, അവിടെ ധൈര്യത്തിൻ്റെ ഒരു വല്ലാത്തൊരിതുണ്ടാവും. ദൈവം ഒരു സാങ്കല്പികമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന് വേണ്ടി തർക്കിക്കേണ്ടി വരും. പണ്ടെന്നോ ഏതോ ആചാര്യന്മാർ പറഞ്ഞ ദൈവത്തെക്കുറിച്ച് പറയുമ്പം നമുക്ക് പാസ്റ്റിലെവിടെയോ പോയി നമ്മുടെ ദൈവത്തെ കണ്ടെത്തേണ്ടിയിരിക്കും. ഭൂതകാലത്തെന്നോ വരാനിരിക്കുന്ന ശിഷ്യയെക്കുറിച്ച് പറയുന്ന ദൈവത്തെക്കുറിച്ച് പറയുമ്പം ഏതോ ഒരു സങ്കല്പത്തിലോ സ്വപ്നത്തിലോ നമുക്ക് ദൈവത്തെ അനുഭവിക്കേണ്ടി വരും, അറിയേണ്ടി വരും. അനുഭവിക്കില്ല, അതിലൊന്നും അനുഭവം ഉണ്ടാവില്ല. പക്ഷേ ഈ നിമിഷം നമ്മുടെ ജീവനും നമ്മുടെ ശ്വാസത്തോടും നമ്മുടെ ജീവനേക്കാൾ നമ്മുടെ അടുത്തിരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് നമ്മൾ അനുഭവിച്ചറിയുന്നൊരു അവസ്ഥയുണ്ട്. അതാണ് യഥാർത്ഥ ഭക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ വലിയ ആചാരങ്ങളും ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നൊരു വ്യക്തി ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ അവിടെ നിങ്ങൾ സ്വസ്ഥനായിരിക്കും. അവിടെ നിങ്ങൾ സമാധാനമുള്ളൊരു മനസ്സിൻ്റെ ഉടമയായിരിക്കും. അറിവുകളുടെ ലോകത്തോടെ വിരഹിക്കുന്ന ഒരാളായിരിക്കും. അറിവുകളുടെ അങ്ങനെ വിരഹിക്കുന്ന വേളയിൽ അതായിരിക്കും അറിവന്വേഷണം ദൈവിക മന്ത്രങ്ങളും മറ്റുമായി മാറുന്നൊരവസ്ഥയായിരിക്കും. പ്രാർത്ഥനകൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പിറക്കുകയും ആ പ്രാർത്ഥനകളുടെ ഉത്തരം നിങ്ങൾക്കുള്ളിൽ തന്നെ കണ്ടെത്തുകയും ചെയ്യുന്നൊരു സാഹചര്യമായിരിക്കും. ദൈവം ജീവനേക്കാൾ അടുത്തുള്ള ഒരാളാണ്. നമ്മുടെ ഭൂതത്തിൻ്റെയും പാസ്റ്റിൻ്റെയും വർത്തമാനത്തിൻ്റെയും എല്ലാം പ്രസൻറ്റ് ടെൻസായി നിലനിൽക്കുന്ന മഹാശക്തിയാണ് ദൈവം. നമ്മുടെ കോശങ്ങളുടെ ശക്തിയാണ്, നമ്മുടെ നിശബ്ദതയുടെ ശക്തിയാണ്, നമ്മുടെ ഊർജം. ഒരു മനുഷ്യൻ വിഘടിച്ച് കഴിഞ്ഞാൽ അവസാനം കിട്ടുന്നത് ഊർജമാണ്. ഊർജം ശൂന്യതയാണ്. ആ ശൂന്യത ശക്തമാണ്. ആ ശക്തി ദൈവമാണ്. വിശാലമായ പ്രപഞ്ചത്തിൻ്റെ ഓരോ സ്പന്ദനങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പം ആ സ്പന്ദനങ്ങളും ഒരു നിശബ്ദതയാണ്. ആ നിശബ്ദത ഒരു ശൂന്യതയാണ്. ആ ശൂന്യത ഒരു മഹാശക്തിയാണ്. അതാണ് ദൈവം. അത് ഈ നിമിഷം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾ തർക്കിക്കുമ്പം, നിങ്ങൾ പരസ്പരം കലഹിക്കുമ്പം നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിലേക്ക് ഒന്ന് ചേർന്ന് നിൽക്കുക. എന്നിട്ട് ചോദിക്കുക, ദൈവമേ, ഞാൻ നിനക്ക് വേണ്ടിയാണോ ഈ തർക്കിക്കുന്നത്? പിന്നെ അതോടെ തർക്കങ്ങളോട് അവസാനിക്കും.